ഇവിടെ ഒരു ഒപ്പിടൂ. പേരെഴുതണോ? വേണ്ട. ഞാൻ ഈ പുള്ളിയെ പറ്റി കേട്ടിട്ടുണ്ട്. കാശുണ്ടാക്കുന്ന കാര്യത്തിൽ മിടുക്കന. അല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്കൊരുത്തൻ ഇത്രയിടത്ത് ബ്രാഞ്ചും. അയ്യോ, ബ്രാഞ്ചിന്റെ എണ്ണം കണ്ട് വരലല്ലേ. എന്റെ ഉപ്പാപ്പനൊരു ഭയങ്കര തട്ടിപ്പാരനുണ്ട്. അങ്ങയുടെ ഒരു കൺസേണിന് ലെറ്റർ പാഡിൽ 21 ബ്രാഞ്ചാ, ലോകം മുഴുവൻ. അല്ല, എം ഡി അങ്ങനല്ല, ഈ സോളിഡ്. എം ഡി എന്നുള്ള അങ്ങേരെ പേരാ. മോഹൻദാസ് എന്നാ പുള്ളിയുടെ പേര്, അതാ എം ഡി. എല്ലാരും എം ഡി എം ഡി എന്നാ വിളിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു മാനേജിംഗ് ഡയറക്ടർ എന്നുള്ളതിന്റെ. അല്ല, പുള്ളി എങ്ങനെയാ, സ്വല്പ കോടിയാണോ എന്തോ. സ്റ്റാഫിൽ പെമ്പിള്ളേരൊക്കെ ഉണ്ടല്ലോ, 4-5 പേരെ കണ്ടു. അതാ ഞാൻ പറഞ്ഞത്. പിന്നെ ഒന്നിനെയും കേറി പ്രേമിച്ചു കളയരുത്. ഒക്കെ അങ്ങേരെ പെറ്റ്സ് ആയിരിക്കും. ജോലി പോവും. എല്ലാരും നിങ്ങളെ പോലെയെന്ന വിചാരം. അപ്പൊ താമസം? മുറിയെടുത്തു. തരക്കേടില്ല, വാടകം കുറവാ. ഓഫീസിന് അല്പം ദൂരം ഉണ്ടെന്നേ ഉള്ളൂ. എവിടാ? ഏഞ്ചൽ കിങ് ടൂറിസ്റ്റ് ഹോം. ഏഞ്ചൽ കിങ്, കുഴപ്പമില്ല. അപ്പൊ ചുരുക്കത്തിൽ എല്ലാം കൊണ്ടും സുഖമായി എന്ന് പറഞ്ഞാ മതിയല്ലേ? സുഖമൊക്കെ തന്നെ. പിന്നെ ഈ സിറ്റിയിലായതിന്റെ ഒരു മറ്റവൻ പ്രശ്നമല്ലോ ഉണ്ടായോ? ഏയ്, ഈ ഒരാഴ്ചക്കുള്ളൊന്നുമില്ല. എന്നാലും അന്നത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോ ഒരു കിടിലം അല്ലേ? പുള്ളി സ്ഥലത്തേക്കുണ്ടോ? ഉണ്ടാവണം, പക്ഷെ ഈയിടെ എങ്ങനെ തല പൊക്കുന്നില്ല. ഒരു 3 മാസം മുമ്പ് റെയിൽവേ ട്രാക്കിനടുത്തുനിന്ന് ഒരു ബോഡി കിട്ടി. അവനാണോ? അല്ല, അവന്റെ ഗ്യാങ്ങിൽപ്പെട്ട ഒരുത്തന്റെ ആന്നാ പറയുന്നത്. തട്ടിയതാ, തട്ടിയിട്ട് കൊണ്ട് ഇട്ടതാ. അവൻ തട്ടിയതാണോ? ആകാം. ചിലപ്പോ അവന്റെ ശത്രുക്കൾ ചെയ്താകാം, അവനെ കിട്ടാത്ത വാശിക്ക്. ഈശ്വര. അതെ, ആ ആളെ അയക്കാം. അത് മതിയല്ലോ. ശരി ശരി, ഓക്കെ. ഇതിനൊരു റിപ്ലൈ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. ഹീസ് എ ഡിറ്റർജന്റ്. പ്രിപ്പയർ ചെയ്തു. ഈ ഫുള്ളറി ആരും അറിയണ്ട. ഇത് എന്നെയല്ല, എം ഡിയാ കാണിക്കേണ്ടത്. ഗോ. അമ്പിളി സാർ എഴുന്നേൽക്കാണോ? എന്നാ നമുക്ക് അവിടെ ഇരിക്കാം. ഇവിടെ ആകുമ്പോൾ ജനലിൽ നിന്നുള്ള കാറ്റും കൂടെ കിട്ടും. ഇന്നത്തെ ആ ചമ്മൽ ആരെങ്കിലും അറിഞ്ഞിരുന്നേൽ ആകെ നാറിപ്പോയനെ. എം ഡി അറിയാൻ ഞാൻ നന്നായി. അറിഞ്ഞാൽ ചിലപ്പോ പ്രൊബേഷൻ ഇന്നുകൊണ്ട് അവസാനിച്ചേനെ. ഓഫീസർ കാണേണ്ട കോൺഫിഡൻഷ്യൽ ലെറ്റർ സ്റ്റെനോയെ കൊണ്ട് കാണിക്കുന്ന അയാളിനെ അങ്ങനെ പിന്നെ വെച്ചോണ്ടിരിക്കോ? ഹീസ് എ ഷൂഡ് മാൻ, വെരി ഷൂഡ്. ആരുടെയോ ഗുരുത്വം. ഏതായാലും ആ ലെറ്ററിന്റെ ഡ്രാഫ്റ്റിംഗ് കണ്ട് എം ഡി മലന്നിരിക്കുക. ആണോ? അതെ, അത് എന്ത് പെട്ടെന്ന് അത് ഡ്രാഫ്റ്റ് ചെയ്തത്. പുള്ളി അത് തന്നെ പറഞ്ഞു. അത് പിന്നെ
അത് പിന്നെ അമ്പിളിയെ കാണിക്കണ്ടെന്ന് വിചാരിച്ച് അന്നേരത്തെ സ്പീഡിന്. സാറേ ചോറാറും എടുത്തോണ്ട് വെച്ചിട്ട് നേരം കുറെ ആയി. ഇനി ഇരുന്നാല് ഇന്ന് നല്ല തൈര് കിട്ടി. പാട്ടയല്ല, പിന്നെ ഞാൻ തന്നെ വീട്ടിൽ നിന്ന് പാല് കൊണ്ട് കൊടുത്ത് ഉറവിപ്പിച്ചതാ. ആഹാ. പാട്ടാ വയറിന് കേടാ. ദാമോദരൻ നായരുടെ വീട്ടിൽ എത്ര വശമുണ്ട്? പശു വന്നേ ഉള്ളൂ. എരുമയുണ്ട്, 3 എരുമ. 3. പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും ഇന്നെനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടി. അതിൽ നിന്ന് 300 രൂപ അങ്ങോട്ട് അയക്കുന്നു. 100 രൂപ അമ്പലത്തിൽ കൊടുക്കണം, എൻ്റെ നേർച്ചയാണ്. 250 രൂപ ശാപ്പാട് കഴിക്കുന്ന ഹോട്ടലിൽ കൊടുത്തു. 280 രൂപ മുറിവാടകയായി. ഡോബിക്കും മറ്റുമായി 75 രൂപ പോയി. പിന്നെ ഒരു ടേബിൾ ഫാനും ചില്ലറ സ്റ്റീൽ ഫർണിച്ചറും വാങ്ങാനായി ഒരു ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിൽ ചേർന്നു. ആ വകയിൽ 200 രൂപ അടച്ചു. ബാക്കി രൂപ എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ ഓഫീസിൽ MDക്ക് എന്നെ വലിയ കാര്യമാണ്. ചിലപ്പോൾ പ്രൊബേഷൻ തീരുന്നതിന് മുമ്പ് തന്നെ എന്നെ പെർമനൻ്റ് ആക്കിയേക്കും എന്നുവരെ ഓഫീസിൽ സംസാരമുണ്ട്. അവിടെ സിന്ധുവിനെ പ്രത്യേകം അന്വേഷിച്ചതായി പറയണം. അച്ഛനും അമ്മയ്ക്കും വിശേഷമൊന്നുമില്ലല്ലോ. മറുപടി അയക്കണം. ശേഷം അടുത്ത കത്തിൽ. കണ്ടിട്ട് അറ്റൻഡൻസ് സൈൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. എന്താ അമ്പിളി ഇത്ര വൈകിയത്? Come in. മുതൽ ഞാൻ നിങ്ങളെ അന്വേഷിക്കുകയാണ്. സോറി, ബസ് ലേറ്റായി. ദാറ്റ്സ് നോട്ട് ആൻ എക്സ്ക്യൂസ്. ബസ് കിട്ടിയില്ലേ ഓട്ടോ പിടിച്ചു വരണം. ഓട്ടോ കിട്ടിയില്ലെങ്കിൽ നടന്നു വരണം. ഈ മാസം ആരും അധികം ലീവ് എടുക്കരുതെന്ന് സർക്കുലർ ഇറക്കുക തന്നെ അത്ര കണ്ട് വർക്കുള്ളത് കൊണ്ടാണ്. അത് മനസ്സിലാക്കാതെ വൈകി ഓഫീസിലെത്തുന്നവരെ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഐ ഡോണ്ട് നീഡ് സച്ച് പീപ്പിൾ. ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഒരു കഷ്ണം കടലാസിൽ അക്കാര്യം എഴുതി തന്നിട്ട് സ്ഥലം വിട്ടേര്. ഐ എം സോറി സർ. ഡോണ്ട് ട്രൈ ടു റിപ്പീറ്റ് ഇറ്റ്. ഇല്ല സർ. പോയിക്കോളൂ. Come on, let's proceed. സ്വീറ്റ് ഹാർട്ട് കരഞ്ഞോണ്ട് പുറത്തേക്ക് പോണത് കണ്ടു. സ്ഥലം വിട്ടിരിക്കില്ല, ബാഗ് അവിടെ ഇരിപ്പുണ്ട്. പുള്ളി ഒരു മുൻചുണ്ടിക്കാരനാ. പിന്നെ എന്റെ അടുത്ത് കളിയും കൊണ്ട് വന്നാലുണ്ടല്ലോ. മതി കളിയും തമാശയൊക്കെ. വൃത്തിയായിട്ട റാസ്കൽ. താനിങ്ങനെ മിടുക്കനാവും മറ്റും വേണ്ട. ഞാൻ ഇപ്പൊ പോലീസിന് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ഐ വിൽ ടെൽ മൈ ബ്രദർ ആൻഡ് ഫാദർ. എന്താ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ചോ? എന്താ സംഭവം? ഞാൻ എന്ത് ചെയ്തെന്നാ? എന്ത് ചെയ്തെന്നോ? താനിപ്പോ ഓട്ടോറിക്ഷ വെച്ച എന്റെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്തേ? നിങ്ങൾ എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് തന്നെ ഞാൻ പോലീസിന് എഴുതി കൊടുക്കും. എന്നത്തെ കാര്യമായി പറയുന്നത്? ഇന്ന്, ഇപ്പോ, 1 മണിക്കൂറിന് മുമ്പ്. ഒന്നും അറിഞ്ഞൂടല്ലേ? നിങ്ങൾ ഈ പറയുന്ന സംഭവം 1 മണിക്കൂർ മുമ്പാന്നല്ലേ പറഞ്ഞത്?
ദാറ്റ് മീൻസ് 11. 11 അല്ല, 11 ആയപ്പോഴത്തേക്ക് ഞാൻ ഓട്ടോയിൽ നിന്ന് ചാടി. 10:30. ഓക്കെ, നിങ്ങൾ പോയി എം ഡിയോട് ചോദിക്കൂ ഞാൻ ഇന്ന് രാവിലെ എത്ര മണി മുതൽ ആ റൂമിലുണ്ടെന്ന്. 9:30 മുതൽ ഞാൻ പുള്ളിയുടെ മുമ്പിൽ ഇരിക്കുക. ഇപ്പോഴാണ് ഇറങ്ങിയത്. പോയി ചോദിക്ക്, വെറുതെ സംശയങ്ങൾ വെച്ചോണ്ടിരിക്കണ്ട. എന്നെ കൊണ്ട് വയ്യ അങ്ങനോട് പോയി ചോദിക്കാൻ. എന്നാ പിന്നെ വേറെ ആരോട് വേണേ ചോദിക്കേ? എട്ലാർക്കോട് ചോദിക്കേ, അല്ലെ മഞ്ജുവിനോട് ചോദിക്കേ. മഞ്ജു പറഞ്ഞ വിശ്വാസമാവുമല്ലോ.